എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുക്ക് ശ്വേത. എന്റെ ഈ യൂട്യൂബ് ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മുരിങ്ങയില വെച്ച് തയ്യാറാക്കുന്ന വളരെ ആരോഗ്യകരമായ ഒരു മയോണൈസിനെക്കുറിച്ചുള്ള ഇന്നത്തെ ലഘുവിവരണം ഇതാ. അതെ, മുട്ടയോ എണ്ണയോ ഒട്ടുമില്ലാതെ തന്നെ കുറച്ച് കൊഴുപ്പുള്ള പാലും നമ്മുടെ മുരിങ്ങയിലയും മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കാവുന്ന അടിപൊളി സോസിനെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കുന്നത്. ഒന്നാമതായി ഇതിലേക്ക് വേണ്ട ചേരുവകൾ നോക്കാം. എണ്ണയില്ലാതെ എങ്ങനെ മയോണൈസ് ഉണ്ടാക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമല്ലേ? അവിടെയാണ് ഫുൾ ഫാറ്റ് പാലിന്റെ ആ ഒരു മാജിക് ഒളിഞ്ഞിരിക്കുന്നത് കേട്ടോ. അരക്കപ്പ് നല്ല തണുത്ത കൊഴുപ്പുള്ള പാൽ, ഒരു 100 ഗ്രാം ഉണക്കിപ്പൊടിച്ച മുരിങ്ങയില, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരോ അല്ലെങ്കിൽ വിനാഗിരിയോ വേണം. കൂടെ 2 അല്ലി വെളുത്തുള്ളി, 1 സ്പൂൺ ഒറിഗാനോ, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടി എടുത്തോളൂ. രണ്ടാമതായി ഇതിന്റെ തയ്യാറെടുപ്പാണ്. മയോണൈസ് നല്ല കട്ടിയായി കിട്ടാൻ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമെന്താണെന്നോ? പാലും നമ്മൾ ഉപയോഗിക്കുന്ന മിക്സിയുടെ ജാറും ഒരു 15-20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിക്കണം. അതിനുശേഷം മിക്സിയിൽ ഈ പാൽ, വെളുത്തുള്ളി, ഉപ്പ്, പഞ്ചസാര, കുരുമുളക് പൊടി എന്നിവ ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് പൾസ് മോഡിൽ അടിച്ചെടുക്കാം. അവസാനമായി ഇതിലേക്ക് നമ്മുടെ മുരിങ്ങയിലപ്പൊടിയും നാരങ്ങാനീരും ചേർത്തുകൊടുക്കാം. ഈ നാരങ്ങാനീർ ചേരുന്ന ആ നിമിഷം തന്നെ പാല് പിരിഞ്ഞ് നല്ല ക്രീം പോലെ കട്ടിയാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് വീണ്ടും 1 മിനിറ്റ് നേരം കൂടി മിക്സിയിൽ പൾസ് ചെയ്യുമ്പോൾ ഇളം പച്ച നിറത്തിലുള്ള നമ്മുടെ ക്രീമി മയോണൈസ് റെഡിയാകും. ഇത് ഒരു ഗ്ലാസ് ജാറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, സാൻഡ്വിച്ചുകൾക്കും ചിപ്സുകൾക്കുമൊപ്പം കഴിക്കാൻ പറ്റിയ തികച്ചും ആരോഗ്യകരവും അത്ര തന്നെ രുചികരവുമായ ഒരു സൂപ്പർ ഡിപ്പാണ് വീട്ടിലുണ്ടാക്കിയ നമ്മുടെ ഈ മുരിങ്ങ മയോണൈസ്.